أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين جاهدوا فينا لنهدينهم سبلنا وإن الله لمع المحسنين. صدق الله مولانا العظيم. إنه ليغان على قلبي وإني لأستغفر الله في اليوم 100 مرة. صدق رسول الله. لاقت أحاطت بنا في كل ناحية وأظلمت جللا والحمد لله. لم نرتجي كشف ضر ثم حادثتي في كل نائبة إلا من الله. പ്രിയപ്പെട്ടവരെ, മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, മുഹിയുദ്ദീൻ മാല നമുക്ക് നൽകുന്ന ഖുർആനീക പാഠങ്ങളാണ് കഴിഞ്ഞ 3 ആഴ്ചകളിലൂടെയായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്, ഇവിടെ വിശദീകരിച്ചത്. പരിശുദ്ധ ഖുർആനിന്റെ സാരാംശം അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനിന്റെ അനന്തരാവകാശം അല്ലാഹുവിന്റെ ആരിഫീങ്ങളായ ഇഷ്ടദാസന്മാരായ വലിമാരിലൂടെ ലോകത്ത് നിലനിൽക്കുന്നു എന്ന സന്ദേശമാണ് മുഹിയുദ്ദീൻ മാല നമുക്ക് നൽകുന്ന മെസ്സേജ്. മഹാപണ്ഡിതരും സൂഫിവര്യനും മഹാകവിയുമായ ഖാദി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി എന്നവർ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അകക്കാമ്പിന്റെ ഉൾക്കാമ്പിന്റെ മാധുര്യത്തെക്കുറിച്ചാണ് മാലയിലൂടെ പ്രതിപാദിക്കുന്നത്. ഏതൊന്നിനും ഒരു അകക്കാമ്പുണ്ട്, ഒരു പുറംതൊലിയുമുണ്ട്. നമുക്കുണ്ടൊരു പുറമേയുള്ള ഒരു തൊലിയും രൂപവും, നമുക്കുണ്ടൊരു ഉള്ളിലെ അവസ്ഥ. ഇതുപോലെ ലികുല്ലി ഷൈഇൻ ലഹുറുൻ വബത്തുനുൻ, എന്തൊക്കെ വസ്തുക്കളുണ്ടോ എല്ലാത്തിനുമുണ്ട് ഒരു ബാഹ്യഭാഗം, ഒരു ഉൾഭാഗം. പരിശുദ്ധ ദീനിന്റെ അകക്കാമ്പിന് വല്ലാത്ത മാധുര്യമാണെന്നും അതൊരു അനുഭവ യാഥാർത്ഥ്യമാണെന്നും അത് ആസ്വദിച്ചിട്ടുള്ളവർ മറ്റൊരു ആസ്വാദനത്തിലും കാര്യം കൽപ്പിക്കുകയില്ല എന്നും, ഈമാൻ, ഈ ഈമാനിനൊരു ടേസ്റ്റുണ്ട്, ഒരു മാധുര്യമുണ്ട്, ഒരു ആനന്ദമുണ്ട്. അത് ആസ്വദിക്കാൻ ചിലർക്ക് ഭാഗ്യം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ മാലക്കകത്ത് വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അകക്കാമ്പിന്റെ മാധുര്യവും ടേസ്റ്റുമാണ് വിശദീകരിച്ചിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അല്ലാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ തൗഫീഖും ഭാഗ്യവും കിട്ടിയവർക്കാണ് ദീനിന്റെ അകക്കാമ്പിന്റെ മധുരമറിയാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തവർക്ക് വിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാമിന്റെ ബാഹ്യമായ മനോഹാരിത, വെളിയിലുള്ള ചന്തം ആസ്വദിച്ചങ്ങനെ പോകാൻ പറ്റും. ഫ്രൂട്ട്സ് കടയിൽ, പഴക്കടയിൽ മനോഹരമായി അടുക്കി വെച്ചിട്ടുള്ള വിവിധ തരങ്ങളിലുള്ള ഫ്രൂട്ട്സുകൾ, എന്തൊരു ചന്തം, എന്തൊരു നിറം. അടുത്തേക്ക് ചെന്നാൽ നല്ല സൗരഭ്യവും കിട്ടും, മണവും കിട്ടും, നല്ല നറുമണം. അതങ്ങനെ ആസ്വദിച്ചു പോകുന്ന ഒരു വഴിയാത്രക്കാരൻ, അയാൾക്ക് എന്തേ കിട്ടിയത്?
അത് മേടിച്ച് 1 കിലോ 2 കിലോ ഇഷ്ടപ്പെട്ട നല്ല പഴങ്ങൾ മേടിച്ച് അതിന്റെ അകക്കാമ്പ് ആസ്വദിക്കുന്നവർ മറ്റൊരു വിഭാഗം. ഇതുപോലെ പരിശുദ്ധ ദീനിന്റെ അകക്കാമ്പിനെ കുറിച്ച് പറയുമ്പോൾ അതാസ്വദിക്കാനും അനുഭവിക്കാനും ഭാഗ്യം സിദ്ധിച്ചവർ, അവർക്കേ അത് കിട്ടൂ. നമ്മൾ ഓരോ മേഖലകളായി മാലയിൽ നിന്ന് വിശുദ്ധ ഖുർആനിന്റെ ഗുണപാഠങ്ങൾ, അള്ളാഹു ഖുർആനിലൂടെ നമ്മെ പഠിപ്പിച്ച വിവിധ പാഠങ്ങളാണ് മാല അടിസ്ഥാനമാക്കി ഇവിടെ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. 3 ആഴ്ചകളിൽ പല ഖുർആനിക പാഠങ്ങളും നിങ്ങളുടെ മുമ്പാകെ സമർപ്പിച്ചു കഴിഞ്ഞു. ഇന്ന് ഇൻഷാ അള്ളാഹു ഖുർആനിലൂടെ എന്നെയും നിങ്ങളെയും പഠിപ്പിച്ച മർമ്മപ്രധാനമായ കാര്യമാത്ര പ്രസക്തമായ മറ്റൊരു പാഠത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അത് മറ്റൊന്നുമല്ല, മുജാഹദ. പരിശുദ്ധ ഖുർആൻ അടിവരയിട്ട് ഉണർത്തിയ, മാനവ മക്കളെ വിളിച്ചുണർത്തി പറഞ്ഞ ഒരു ഖുർആനിക നിർദ്ദേശമാണ് മുജാഹദ. എന്ന് വെച്ചാൽ ധർമ്മസമരം, അള്ളാഹുവിന്റെ ദീനിന്റെ വഴിയിലുള്ള കഠിനാധ്വാനം, തീവ്രമായ പരിശ്രമം, ഭഗീരഥ പ്രയത്നം. ഇത് ദീനീ കാര്യത്തിൽ ഓരോരുത്തരിലും ആവശ്യമാണ്, അനിവാര്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തിയിട്ടുണ്ട്. ശൈഖ് മുഹിയുദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ലാ അവിടത്തെ മുജാഹദയെ പരാമർശിച്ച് സൂചിപ്പിച്ചുകൊണ്ട് കവി പറയുന്നു, 25 ചുറ്റി നടന്നോവർ ഇരിയന്നായേകൽ കേട്ടാരേയിരുന്നോവർ. എന്താ പറഞ്ഞത്? 25 ചുറ്റി നടന്നോവർ ഇരിയന്നായേകൽ കേട്ടാരേയിരുന്നോവർ. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള കഠിനാധ്വാനം, ദീനിന്റെ വഴിയിലുള്ള കഠിനമായ തീവ്രമായ പരിശ്രമം ശൈഖ് തങ്ങൾ നടത്തിയത് 1 ദിവസമല്ല, 1 ആഴ്ചയല്ല, 1 മാസമല്ല, 25 കൊല്ലം 90 വയസ്സ് ജീവിച്ച മഹാനായ ശൈഖ് അവർകള് 25 കൊല്ലം മുജാഹദയുടെ മേഖലയിലായിരുന്നു, കഠിനമായ ധർമ്മസമരത്തിന്റെ പന്താവിലായിരുന്നു. 25 കൊല്ലം ഇറാഖിന്റെ വിജനമായ മേഖലകളിലൂടെ, സഹാറ മരുഭൂമിയിലൂടെ ഒരു പടപ്പുമായും ബന്ധപ്പെടാതെ മനുഷ്യരുമായിട്ടുള്ള സഹവാസങ്ങളും ബന്ധങ്ങളും മുറിച്ചു കളഞ്ഞുകൊണ്ട് ഉടമസ്ഥനായ റബ്ബുമായി ബന്ധപ്പെട്ട് ഇലാഹി ചിന്തയിൽ നടത്തിയ തീർത്ഥയാത്രയായിരുന്നു 25 കൊല്ലം. ബാഗും പിടിച്ചിട്ടുള്ള പിരിവിന്റെ യാത്രയല്ലോ. 25 ചുറ്റി നടന്നു പറഞ്ഞ ബാഗും പിടിച്ച് പിരിവ് നടത്തിയ യാത്രയല്ല. ഒരു പടപ്പുമായും ബന്ധപ്പെടാതെ പടച്ചവനുമായിട്ടുള്ള ബന്ധത്തില് ഒരാളോടും ഒന്നും ചോദിക്കാതെ, ഭക്ഷണം ചോദിക്കാതെ, വസ്ത്രം ചോദിക്കാതെ, പാർപ്പിടം ചോദിക്കാതെ, ചില്ലിക്കാശ് ഭിക്ഷയാചിക്കാതെ, പട്ടിണിയും പരിവട്ടവുമായി ഊണും ഉറക്കവുമില്ലാത്ത ദിനരാത്രങ്ങൾ, പലപ്പോഴും പട്ടിണി സഹിക്കാനാകാതെ ബോധം കെട്ട് വീണിട്ടുണ്ട്. ഇറാഖ് നിവാസികൾ, ബഗ്ദാദിലെ ജനങ്ങൾ ബോധം കെട്ട് വീണ് കിടക്കുന്ന ശൈഖ് തങ്ങളെ കണ്ടു പറഞ്ഞിട്ടുണ്ട്, ആ ഭ്രാന്തൻ അബ്ദുൽ ഖാദിർ അല്ലേ, അയാള് അങ്ങനെ കിടക്കും വഴിവക്കിലും റോഡ് സൈഡിലൊക്കെ, കള്ളുടിച്ചിട്ടൊന്നല്ല, അയാൾക്ക് ഭ്രാന്ത, വട്ടാണ്. എന്തിനാ വീണത്? ബോധം പോയി വീണതാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിലെ മുത്തുനബിയുടെ മിമ്പറിന്റെ ചാരത്ത് ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടന്ന് പ്രയാസപ്പെട്ട് പലപ്പോഴും ബോധം കെട്ട് വീണിട്ടുണ്ട് എന്ന് സ്വഹീഹുൽ ബുഖാരിയിലതാ. അള്ളാന്റെ ആൾക്കാര് ഒരു ഘട്ടത്തിൽ അങ്ങനെയൊക്കെ ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. 25 കൊല്ലം. ഇത് ശൈഖ് അവർക്ക് മാത്രമല്ല, ഇലാഹി ചിന്തയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് പടപ്പുകളുമായിട്ടുള്ള ബന്ധമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഒരു മനുഷ്യനുമായും ലിങ്കില്ലാത്ത വിധത്തില്
മുജാഹദയുടെ ഭാഗമായി പിടിച്ചു നിൽക്കുന്ന രീതി മഹാന്മാർക്കൊക്കെ ഉള്ളതാണ്. അള്ളാന്റെ റസൂലിന് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. പ്രമാണം നോക്ക്. അള്ളാന്റെ റസൂലിനുണ്ടായിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു ഘട്ടം. മനുഷ്യരായിട്ട് ബന്ധമില്ലാത്ത ഒരു കാലം, മുജാഹദയുടെ ധർമ്മസമരത്തിന്റെ ഒരു കാലം അള്ളാന്റെ റസൂലിനുണ്ടായിട്ടുണ്ട്. ആയിഷ ബീവി പറയുന്നത് സ്വഹീഹുൽ ബുഖാരിയിൽ അതാ, അള്ളാഹുവിന്റെ റസൂല് നബിയാകും മുമ്പ്, റസൂലാകും മുമ്പ്, ഖുർആൻ കിട്ടും മുമ്പ് ആദ്യമായി ഉണ്ടായ അത്ഭുതം എന്താണ്? പ്രത്യേകത എന്താണ്? സ്വപ്നങ്ങൾ ഇങ്ങനെ കാണുക. രാത്രിയിൽ, പകലിലും രാത്രിയിലായിട്ട് സ്വപ്നം ഇങ്ങനെ കാണുക. കാണുന്ന സ്വപ്നങ്ങൾ പ്രഭാതം പൊട്ടി വിടരും പോലെ പുലരുക. ഇന്നലെ രാത്രി കണ്ട കിനാവ് ഇന്ന് നേരം വെളുക്കുമ്പോൾ അങ്ങനെ സംഭവിക്കുക. മുമ്പ് കണ്ട സ്വപ്നങ്ങൾ അതങ്ങനെ തന്നെ പുലർന്ന് കാണുക. ഇതാണ് തങ്ങൾക്കുണ്ടായ ആദ്യത്തെ അനുഭവം. ഈ അനുഭവം തുടരെ തുടരെ വന്നപ്പോ മുത്തുറസൂലിന്റെ മനസ്സിനകത്തൊരു മോഹം. എന്താ മോഹം? ഈ മക്കയിലെ ഷിർക്കിന്റെ മലീമസമായ ചുറ്റുപാടിൽ നിന്നൊന്നു മാറി, പടപ്പുകളുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നൊക്കെ ഒന്നു മാറി, പടച്ചവനുമായിട്ടുള്ള മുനാജാത്തിലും ബന്ധത്തിലും ഒന്ന് ഒതുങ്ങിക്കൂടാൻ മോഹം, ഒറ്റക്ക് പോയിരിക്കാൻ താല്പര്യം. അങ്ങനെയാണ് തന്റെ വീട്ടിൽ നിന്ന്, അല്ലെങ്കിൽ മസ്ജിദുൽ ഹറമിൽ നിന്ന് 3 മൈൽ അകലമുള്ള, ഏതാണ്ട് 4 കിലോമീറ്ററോളം ദൂരമുള്ള ജബലുന്നൂറിന്റെ ഉച്ചിയിലുള്ള ഹിറാ ഗുഹയിലേക്ക് പരിശുദ്ധ റസൂൽ എത്തിപ്പെടുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ പോയിരുന്നില്ലേ? അവിടെ ആരാ ഉള്ളത്? ആരുമില്ല. ഇപ്പൊ ഇന്നൊക്കെ ഉംറക്കും ഹജ്ജിനും പോകുന്ന നമ്മളവിടെ കയറി നോക്കാറുണ്ട്. ഇത്ര വികസിച്ച കാലഘട്ടത്തിൽ ഈ ലോകത്ത് ഇപ്പൊ തന്നെ നമുക്കത് കയറിയ പേടി തോന്നും. അന്നത്തെ കാലം ആലോചിച്ച് നോക്കും, ഒറ്റക്ക് അതിന്റെ മുകളിൽ. എന്നിട്ട് ഖദീജ ബീവി പലപ്പോഴും ഫുഡുമായിട്ട് അങ്ങോട്ട് മുകളിലേക്ക് പോയിരുന്നു എന്നൊക്കെയാണ് ചരിത്രം. എന്തായിരുന്നു അവിടെ ഇടപാട്? മുസ്തഫ അന്തർ ഹിറാ ഖൽവത്ത് കുസീദ് മുദ്ദത്തി ജുസ്ഖി ശിതൻ കസ്റാ നദീദ്. ഒരു പേർഷ്യൻ കവി പറയുന്നു, മുസ്തഫായ പരിശുദ്ധ റസൂല് 40 ദിനരാത്രങ്ങൾ ഹിറാ ഗുഹയിൽ ധ്യാന നിമഗ്നരായി ഏകനായി കഴിച്ചുകൂട്ടി ഇലാഹി ചിന്തയിൽ മുഴുകിക്കൊണ്ട്, പടപ്പുകളുമായി ബന്ധപ്പെടാതെ പടച്ചവനെ കുറിച്ചുള്ള ചിന്തയിൽ മുഴുകി 40 ദിനരാത്രങ്ങൾ മുജാഹദയിലിരുന്നു. ആ ഇരിപ്പിന്റെ പിറകെയാണ് നുബുവത്ത് വരുന്നത്, റിസാലത്ത് വരുന്നത്, പരിശുദ്ധ ഖുർആൻ ഇറങ്ങിക്കിട്ടുന്നത്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ റസൂലാന്നും പറഞ്ഞ് കുപ്പായിട്ട് വരില്ല. കഠിനമായ പരിശ്രമം തങ്ങളിലുണ്ടായി. മനുഷ്യരുമായി അകലുന്നൊരവസ്ഥ തങ്ങൾക്കുണ്ടായി. ഇതാർക്കും വേണം. നമുക്കും അള്ളാന്റെ അടുത്ത് എത്തണോ? എനിക്കും നിങ്ങൾക്കും റബ്ബിന്റെ ചാരത്തെത്തണ്ടേ? റബ്ബിന്റെ കൂട്ട് നമുക്ക് കിട്ടണ്ടേ? മരിക്കുന്നതിന്റെ മുമ്പ് നമുക്കതൊന്ന് ആസ്വദിക്കണ്ടേ സഹോദരന്മാരെ? അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാന്റെ കൂട്ട് കിട്ടുക, അള്ളാഹുവിന്റെ മഅയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ട്, അള്ളാന്റെ കൂട്ട് കിട്ടുക. ഇതിനോളം ഭാഗ്യമുള്ള എന്താ ഉള്ളത്? ഇതിനേക്കാൾ ഉന്നതമായത് എന്താ? ഒരു സ്വർഗവുമില്ല, ഒരു പണവുമില്ല, ഒരു പ്രതാപവുമില്ല, ഒരു പ്രസിദ്ധിയില്ല. അള്ളാഹുവിന്റെ കൂട്ട് കിട്ടുന്നതിനോളം മുന്തിയ ഒരു ഒരു വിഭവം വേറെ കിട്ടല്ല കൂട്ടരെ. അത് കിട്ടണമെങ്കിൽ മുജാഹദ വേണം. പരിശുദ്ധ ഖുർആൻ അങ്കബൂത്ത് സൂറത്തിന്റെ 69-ാമത്തെ ആയത്തിൽ അതാണ് അല്ലാഹ് പറഞ്ഞിരുന്നത്. മാലയുടെ പഠനം അതാണ്. വല്ലദീന ജാഹദൂ ഫീനാ, നമ്മുടെ മാർഗത്തിൽ കഠിനാധ്വാനം ചെയ്യുന്നവർ, നമ്മുടെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ ഏർപ്പെടുന്നവർ. ഇത് വാളെടുത്തിട്ടുള്ള യുദ്ധമല്ല, ആയുധമേന്തിക്കൊണ്ടുള്ള യുദ്ധമല്ല. ആയുധമേന്തിക്കൊണ്ടുള്ള യുദ്ധം കൊണ്ടുള്ള നിയമം വരും മുമ്പ്, കൽപ്പന വരും മുമ്പ് അവതരിച്ച ആയത്താണ് ഇത്. അങ്കബൂത്ത് 69. യുദ്ധം ചെയ്യാനുള്ള കൽപ്പന വരും മുമ്പ് ഇറങ്ങിയ ആയത്താണിത്. ഇത് സായുധ സമരത്തിന്റെ കാര്യമല്ല, വാളെടുത്തുകൊണ്ടുള്ള യുദ്ധത്തെക്കുറിച്ചല്ല പറയുന്നത്. വല്ലദീന ജാഹദൂ ഫീനാ, നമ്മുടെ വഴിയിൽ ധർമ്മസമരം ചെയ്യുന്നവർ. ഈ ധർമ്മസമരം ആരോടാ?
അള്ളാഹുവിൽ നിന്നകറ്റുന്ന സ്വന്തം മനസ്സിനോട്, അള്ളാഹുവിൽ നിന്ന് വഴിതെറ്റിക്കുന്ന പിശാചുക്കളോടുള്ള യുദ്ധത്തിന്റെ കാര്യമാണ്, ധർമ്മസമരത്തിന്റെ കഠിനാധ്വാനത്തിന്റെ കാര്യമാണ് ഈ ആയത്തിൽ പറയുന്നത്. ആര് ഈ പണി ചെയ്താലും ഏത് പണി? സ്വന്തം മനസ്സിനെ വെട്ടി തൗഹീദിന്റെ പടവാളുകൊണ്ട് അള്ളാഹുവിൽ നിന്നകറ്റുന്ന മനസ്സിനെ വെട്ടി പിശാചുക്കളോട് സമരം ചെയ്താൽ അതിന്റെ ഫലം, അതിന്റെ നേട്ടം ലനഹ്ദിയന്നഹും സുബുലനാ, നമ്മിലേക്കുള്ള വഴി കാണിക്കും. അള്ളാഹു പറയാൻ നമ്മിലേക്കുള്ള വഴിയിൽ അവരെ എത്തിക്കും. മുജാഹദുള്ള ആളുകൾ, മനസ്സിനോട് സമരം ചെയ്യുന്ന ആൾക്കാരെ നമ്മിലേക്കുള്ള പാതയിൽ നമ്മളെത്തിക്കും. അള്ളാഹു ആ വഴിയിലേക്ക് എത്തിക്കും. ആ വഴിയിലൂടെ മുന്നേറിയാൽ പിന്നെന്താ ഫലം? വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ, ഇത്തരം സുഹൃതമുള്ള ആളുകൾക്കൊപ്പമാണ്, കൂടെയാണ്, ചേർന്നാണ് അള്ളാഹു ഉള്ളത്. തീർച്ച ഉറപ്പ്. ഇങ്ങനെ നന്മ ചെയ്യുന്ന ആളുകളുടെ കൂട്ടാണ് ഉറപ്പായിട്ടും അള്ളാഹു നമ്മുടെ കൂട്ട് കിട്ടട്ടെ, നമുക്ക് കൂട്ട് കിട്ടട്ടെ. ഇതന്നെയാണ് വലിയ നേട്ടം. മുഅ്മിനീങ്ങളെ, ലോകത്ത് വന്ന ഔലിയാക്കളൊക്കെ ഈ പരിശ്രമം നടത്തി, ഈ മുജാഹദ നടത്തി, ഈ യുദ്ധം, സ്വന്തത്തോടുള്ള യുദ്ധം നടത്തി. സ്വഹാബാക്കളിലൊക്കെ കാണാം ഈ മുജാഹദ. അത് പറഞ്ഞാൽ കഥ നീണ്ടുപോകും. എന്നാലൊരു ഉദാഹരണത്തിന് പറഞ്ഞ ഒരു വാപ്പാന്റെയും മോന്റെയും ചരിത്രം പറഞ്ഞുതരാം. വാപ്പേതാ? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അവിടുന്ന് ഒരു ദിവസം ജമാഅത്ത് നഷ്ടപ്പെട്ടു. മുത്ത് റസൂലിന്റെ പള്ളിയിൽ ആരംഭപ്പൂവ് തങ്ങളോടൊത്തുള്ള സഹവാസമുള്ള ജമാഅത്ത് ഇത് നഷ്ടപ്പെട്ടപ്പോൾ എന്താ ചെയ്തതെന്നറിയോ? മുജാഹദ, ആ മനസ്സിനോടുള്ള വെട്ട്, തൗഹീദിന്റെ പടവാളുകൊണ്ട് വെട്ടിയ വെട്ടെങ്ങനെയെന്ന് അറിയാം നിങ്ങൾക്ക്? ഒരു ജമാഅത്ത് മിസ്സായതിന് 2 ലക്ഷം ദിർഹം വിലയുള്ള തോട്ടം അള്ളാഹുവിന്റെ മാർഗത്തിൽ അങ്ങോട്ട് സ്വതക്ക ചെയ്തു. എന്താ ഇപ്പൊ ഇവിടെ ചെയ്ത തെറ്റെന്താ? തെറ്റൊന്നുമില്ല. ജമാഅത്തിന് ഒന്ന് മിസ്സായാൽ ഹറാമോ കുറ്റൊന്നുമില്ലല്ലോ, പുണ്യം നഷ്ടപ്പെടുക, അത്രയല്ലേ ഉള്ളൂ. ഇത് നഷ്ടപ്പെട്ടത് എന്തോ അലസത, എന്തോ ഭൗതികമായ തിരക്കുപെട്ടിട്ടാണ് അത് മിസ്സായത്. ആ മിസ്സായതിന് കൊടുത്തു തൗഹീദിന്റെ പടവാള് കൊണ്ടൊരൊറ്റ വെട്ട്. എങ്ങനെ വെട്ടിയത്? 2 ലക്ഷം ദിർഹം വിലയുള്ള തോട്ടം അള്ളാഹുവിന്റെ മാർഗത്തിലാണ് സ്വതക്ക ചെയ്ത്. ആ വെട്ടുകൊണ്ടാ പിന്നെ മനസ്സ് പറഞ്ഞാൽ കേൾക്കൂലേ? നിങ്ങളൊക്കെ ഒന്ന് തീരുമാനിച്ചു നോക്ക്. ഒരു ജമാഅത്ത് മിസ്സായ 500 രൂപ സ്വതക്ക കൊടുക്കും, 1 രൂപ സ്വതക്ക കൊടുക്കേണ്ടി വരില്ല, ജമാഅത്തിന് വന്നേക്കും. അത് കുറച്ച് ഉള്ളിൽ കൊള്ളണ പ്രശ്നമാണത്. നീ ബാപ്പാന്റെ മോന്റെ ചരിത്രം കൂടി പറയാം. എല്ലാ സ്വഹാബത്തിന്റെയും മുജാഹദ പറയാൻ നമുക്ക് സമയമില്ല. ഈ ഉപ്പാക്കൊരു മോനുണ്ട്, പേര് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. പുലിയുടെ കുഞ്ഞു പുലിയാ, സിംഹത്തിന്റെ കുഞ്ഞു സിംഹായിരിക്കും. ഇത് ഉമറിന്റെ മകൻ തന്നെ റളിയല്ലാഹു അൻഹുമാ. ഈ മോനൊരിക്കെ ഒരു ദിക്ർ നഷ്ടമായ കാരണത്താൽ അന്നത്തെ രാത്രി ഉറക്കാണ്ട് ഒഴിവാക്കി. ഇന്ന് രാത്രി ഉറങ്ങൂല. നീ ദിക്റിൽ നിന്നും ജമാഅത്തിൽ നിന്നും എന്റെ ശ്രദ്ധ തെറ്റിക്കണം, ഇന്ന് രാത്രി നീ ഉറങ്ങണ്ട, സുബഹി വരെ ഇരുത്തി. വേറൊരു ദിവസം മഗ്രിബ് നിസ്കാരം അവ്വല് വക്ത് നഷ്ടപ്പെട്ടു. മഗ്രിബിന് വളരെ ലീക്കായ സമയം, ഇടുങ്ങിയ സമയം. മറ്റു വക്തുകളെ പോലല്ല, മഗ്രിബ് വാങ്ങിക്കൊടുത്താൽ ഉടനെ നിസ്കരിക്കലാണ് വേണ്ടത്. അക്കാരണമായിട്ട് വൈകിക്കാൻ പറ്റില്ല. ഈ ആദ്യ സമയം മിസ്സായ കാരണത്താൽ എന്താ ചെയ്തറിയോ? 2 അടിമകളെ പിടിച്ചിട്ടാണ് മോചിപ്പിച്ചു. എത്ര സാമ്പത്തിക ബാധ്യത വരുന്ന ഒരു കേസാത്. 2 അടിമകളെ മോചിപ്പിച്ചു, മഗ്രിബിന്റെ വക്ത് ഇച്ചിരി പിന്തിയ കാരണത്താൽ. ഇതാണ് മുജാഹദ എന്ന് പറഞ്ഞ സാധനം. ഈ വഴിയില്, ധർമ്മസമരത്തിന്റെ വഴിയില് ഷെയ്ഖ് തങ്ങള് 25 ആണ്ടോളം കഠിനമായ പരിശ്രമത്തിൽ കഴിച്ചുകൂട്ടി എന്നാണ് മാലയിൽ വിശദമായി പറയുന്നത്. മുഅ്മിനീങ്ങളെ, ഇവരെ തീവ്രമായ പരിശ്രമങ്ങൾ, കഠിനാധ്വാനങ്ങൾ വഴി അവർ വിശുദ്ധരായി. ഈ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ബാഹ്യമായും ആന്തരികമായും വിശുദ്ധി പ്രാപിച്ചവരാണ്, ശുദ്ധരാണ് അവർ. മനം ശുദ്ധമാണ്, ബാഹ്യവും ശുദ്ധാണ്. ഇതാണ് മാലയുടെ മറ്റൊരു വരിയിൽ പറയുന്നത്. 40 വട്ടം ജനാബത്തുണ്ടായാരേ 40 വട്ടം രൂരാ കുളിച്ചോവർ.
മുസ്ലിയാരെ അശ്ലീലം പറയല്ല മുസ്ലിയാരെ, ഈ വെള്ളിയാഴ്ച സെക്സ് കേൾക്കാനൊന്നും അല്ല വന്നത്. എന്തിനാ ഇതൊക്കെ ഇവിടെ പറയണേ? എന്താ ഈ വരിയിൽ പറഞ്ഞത്? 40 വട്ടം ഒരു രാത്രിയിൽ ജനാബത്ത് വലിയ അശുദ്ധി ഉണ്ടായി. ആ രാത്രിയിൽ തന്നെ 40 തവണ കുളിച്ചു എന്നാ പറയണേ. ജനാബത്ത് വലിയ അശുദ്ധി എങ്ങനെ ഉണ്ടാവുക? പല കാരണങ്ങളാലും ഉണ്ടാകും. അതൊന്ന്, സ്ത്രീ പുരുഷ ശാരീരിക ബന്ധം നടന്നാൽ വലിയ ശുദ്ധിയാവും, അല്ലെങ്കിൽ ബീജസ്ഖലനം നടന്നാൽ വലിയ ശുദ്ധി ഉണ്ടാകും. ഇത് 40 വട്ടം ഉണ്ടാവുകയും 40 വട്ടം കുളിക്കും ചെയ്തു. അയ്യേ, മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളെ പുകഴ്ത്താൻ വേണ്ടിയിട്ട് ഇതൊക്കെ പറയുമ്പോൾ വാസ്തവത്തിൽ ഇത് ഇകഴ്ത്തല്ലേ? ഇനി അങ്ങനെ ഉണ്ടായെങ്കിൽ തന്നെ അത് പറയാൻ കൊള്ളൂ. ജനമധ്യത്തിൽ ഇമ്മാതിരി ഡയലോഗൊക്കെ പറയാൻ കൊള്ളൂ, അതൊക്കെ അശ്ലീലങ്ങളല്ലേ എന്നതാണ് മറു ചോദ്യം. വാസ്തവത്തില് ഈ വരിക്ക് 2 അർത്ഥമുണ്ട്. കവിത എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ, ദ്വയാർത്ഥം ഉണ്ടാവും, ഉള്ളർത്ഥം ഉണ്ടാവും, ഇന്റർമീനിങ് ഉണ്ടാവും. കവിത എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ, 2 അർത്ഥങ്ങളിലൊക്കെ ഉണ്ടാവില്ലേ? മലയാളത്തിലെ കവിതയാണെങ്കിലും ഏത് ഭാഷയിലെ കവിതയാണെങ്കിലും 2 അർത്ഥങ്ങൾ കാണും. ഈ വരിക്കുണ്ട് 2 അർത്ഥം. ഒന്ന് ആന്തരിക അർത്ഥം, മറ്റൊന്ന് ബാഹ്യാർത്ഥം. ഇതിന്റെ ഉള്ളർത്ഥം എന്താ? ഇതിന്റെ ഉള്ളിലുള്ള അർത്ഥം, ഷെയ്ഖ് തങ്ങൾക്ക് 40 തവണ ഒരു രാത്രിയിൽ ജനാബത്തുണ്ടായി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ അമ്പിയാക്കൾക്കും മൗലിയാക്കൾക്കും അള്ളാഹു അല്ലാത്ത ഭൗതിക ചിന്ത മനസ്സിൽ വന്നാൽ അവർക്കത് ജനാബത്താണ്, വലിയ അശുദ്ധിയാണ്. നബിമാർക്കും മൗലിയാക്കൾക്കും ദുന്യാവിന്റെ കേസ് ചിന്തയിൽ വന്നാൽ അവർക്കത് ജനാബത്താണ്, വലിയ അശുദ്ധിയാണ്. എന്തുകൊണ്ട്? അമ്പിയ ഔലിയാക്കൾ സദാ അള്ളാഹുവിന്റെ ദിക്റിലാകണം ആയവരാണ്. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. ഉലുൽ അൽബാബ്, യഥാർത്ഥ ബുദ്ധിമാന്മാർ, അമ്പിയാക്കൾ, ഔലിയാക്കൾ ദിക്റുള്ളവരാണ്. എപ്പോ? അവരുടെ നൃത്തത്തിൽ, അവരുടെ ഇരിപ്പിൽ, അവരുടെ കിടപ്പിൽ എന്ന് വെച്ചാൽ സദാ അവർ ദിക്റിലാണ്. ഈ ദിക്റിൽ നിന്ന് മനുഷ്യ സഹജമായ നിലക്ക് ചിലപ്പോ ദുന്യാവിലേക്ക് ചിന്ത പോയാൽ അത് അവർക്ക് ജനാബത്താണ്, വലിയ ശുദ്ധിയാണ്. ഒരു രാത്രിയില് മനസ്സിന്റെ ദുർബോധനം കാരണം 40 സമയം ദിക്റിൽ നിന്ന് വ്യതിയാനം സംഭവിച്ചു, വിടുതി സംഭവിച്ചു. പക്ഷേ ആ റൂട്ടില് ദുന്യാവിന്റെ പിറകെ പോകാതെ 40 പ്രാവശ്യവും ദിക്റിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്നു മനസ്സിനെ. ഒരു രാത്രി 40 ഘട്ടത്തിലായി, തവണയായി ദിക്റിൽ നിന്ന് മൈൻഡ് പോയി, ചിന്ത പോയി. ഉടനെ തന്നെ ദിക്റിലേക്ക് പിടിച്ചു കൊണ്ടുവന്നു. അതാണ് 40 തവണ കുളിച്ചു എന്ന് പറഞ്ഞാല്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദിക്റല്ലാത്ത ഒരു ചിന്ത മനസ്സിൽ വരല അശുദ്ധിയാണ്, അതൊരു രോഗാണ് എന്ന്. സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസിൽ അതാ, ഇന്നഹു ലയുഗാനു അലാ ഖൽബി, എന്റെ മനസ്സിന് ഗൈന് അശുദ്ധി, ഗൈന് ജനാബത്ത് ബാധിക്കാറുണ്ട്, എന്റെ ഹൃദയത്തിന് ഗൈന് ബാധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ വ ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ ഫിൽ യൗം 100 മറ, ഓരോ ദിവസവും ഞാൻ 100 തവണ തൗബ ചെയ്യാറുണ്ട്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അല്ലാഹുവേ എന്നോട് പൊറുക്കേണമേ എന്ന് ഞാൻ മനമുരുകി അല്ലാഹുവോട് തേടാറുണ്ട്. ഒരു ദിവസം 100 തവണ അസ്തഗ്ഫിറുല്ല ഞാൻ പറയാറുണ്ട്. ആര്? മുത്ത് റസൂൽ. എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഒരു തെറ്റും കുറ്റും നബി തങ്ങളിൽ വരാൻ പാടില്ല, അള്ളാഹു സംരക്ഷിച്ചിരിക്കുന്നു. അങ്ങനത്തെ തങ്ങൾ പറയാണ്, ഒരു ദിവസം ഞാൻ 100 തൗബ ചെയ്യും. 100 തൗബ. എന്തിനാ ഈ തൗബ? ഇന്നഹു ലയുഗാനു അലാ ഖൽബി, എന്റെ ഹൃദയത്തിൽ ദിക്റല്ലാത്തത് കടന്നു വരാറുണ്ട്, ഗൈന് വരാറുണ്ട്, അല്ലാഹ് എന്ന ചിന്തയിൽ നിന്ന് ചെറിയ വ്യതിയാനങ്ങൾ വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇസ്തിഗ്ഫാർ ചെയ്യുന്നത്. അപ്പൊ റസൂല് 100 വട്ടം ജനാബത്തുണ്ടായി, 100 വട്ടം കുളിച്ചു എന്ന് സാഹിത്യ ഭാഷയിൽ നമുക്ക് പറയാം. ഇനി ഇതിന്റെ ബാഹ്യാർത്ഥം കൊടുത്താൽ തന്നെ കുഴപ്പമുണ്ടോ? ബാഹ്യാർത്ഥം എന്താ? ബീജസ്ഖലനം സംഭവിച്ചു തന്നെ വെക്കുന്നതിന് കുഴപ്പമുണ്ടോ? ചരിത്രത്തിൽ കാണാം, ബഹ്ജത്തുൽ അസ്റാറിൽ ഒരു സമാനമായ സംഭവം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഷെയ്ഖ് തങ്ങൾ കിസ്റ കോട്ടയ്ക്കകത്ത് ഉറങ്ങാണ് രാത്രി. കിസ്റ കോട്ടയ്ക്കകത്ത് രാത്രി കിടന്നുറങ്ങാണ്. ഉറക്കം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ സ്വപ്നസ്ഖലനമുണ്ടായി. ഉടനെ എണീറ്റു,
തൊട്ടടുത്തുള്ള പുഴയിൽ പോയി കുളിച്ചു. വന്ന് കിടന്നു, ഉറക്കിലേക്ക് കടന്നപ്പോൾ വീണ്ടും സ്ഖലനം. ഒരു പരീക്ഷണം എന്നോണം. സാധാരണ വലിയ അശുദ്ധി ഉണ്ടായാൽ നമ്മൾ ഭാര്യമാരുമായിട്ട് ജീവിതം പങ്കിട്ടാലും അല്ലെങ്കിലും അശുദ്ധി ഉണ്ടായാൽ സുബഹി ഖളാ ആകും മുമ്പ് കുളിക്കലേ നിർബന്ധമുള്ളൂ. സുബഹി ഖളാ ആകും മുമ്പ് കുളിക്കലേ നിർബന്ധമുള്ളൂ. എങ്കിലും ഉടൻ തന്നെ കുളിച്ച് കിടക്കലാണ് ഏറ്റവും നല്ലത്. കാരണം രാത്രി നമ്മൾ മയ്യത്താകുകയാണെങ്കിലോ സംഭവിക്കാമല്ലോ. അപ്പൊ ശുദ്ധിയോടുകൂടെ ഉറങ്ങുക എന്നുള്ള ഒരു അഫ്ളല്, അക്മല്, ഏറ്റവും നല്ലത്. തെറ്റൊന്നും അല്ല, അങ്ങനെ ഉറങ്ങല് തെറ്റൊന്നും അല്ല. സുബഹിക്ക് മുമ്പ് എണീറ്റ് കുളിച്ചാൽ മതി. പക്ഷെ ഏറ്റവും നല്ലത് എന്താണ്? ഉടൻ തന്നെ ശുദ്ധിയായി കുളിച്ച് കിടക്കലാണ്. ഷെയ്ഖ് തങ്ങൾക്ക് സ്വപ്നസ്ഖലനം സംഭവിച്ചു, പുഴയിലിറങ്ങി കുളിച്ചു, വന്ന് കിടന്നു, വീണ്ടും സ്ഖലനം, കുളിച്ചു, വീണ്ടും വന്ന് കിടന്നു, വീണ്ടും സ്ഖലനം. 40 തവണ ഒരു രാത്രി ഇങ്ങനെ സംഭവിച്ചു. അള്ളാഹു പരീക്ഷിക്കാണ്. ഉടനെ കുളിക്കോ ഇല്ലേ, ഒരു 40 തവണ സംഭവിച്ചാൽ കുളിക്കോ ഇല്ലേ എന്ന് അള്ളാഹു പരീക്ഷിച്ചു. ആ പരീക്ഷണത്തിൽ വിജയിക്കുകയും ബാഹ്യശുദ്ധി കൈവരിക്കുകയും ചെയ്തു. അവർ ഉള്ളു മാത്രമല്ല, പുറമേ ശുദ്ധി നോക്കുന്നവരാൻ. 2 ശുദ്ധിയിലും അവർ വിജയിച്ചു. അങ്ങനെ 40 തവണ നടന്നു. ഇങ്ങനെ നടക്കുക? ഒരു മനുഷ്യനിത് 1, 2, 3 തവണയൊക്കെ മനസ്സിലാകുന്നുണ്ട്. 10 തവണ ബീജസ്ഖലനം നടന്ന ആളെ കാറ്റ് പോവില്ലേ? സാധാരണഗതിയിൽ കാറ്റ് പോകും. സത്യമാണത്. കാരണം അത് മനുഷ്യന്റെ എനർജിയിൽ ഒതുങ്ങുന്ന സംഗതിയല്ലത്. എന്നാൽ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ അംബിയാ ഔലിയാക്കളിൽ അത്ഭുതമെന്നോണം 10 അല്ല 40 അല്ല 100 തവണ സംഭവിച്ചു എന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അംഗീകരിക്കപ്പെടാവുന്ന പ്രമാണങ്ങൾ വ്യക്തമാക്കുന്നു. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം രണ്ടും കൂടെ ഒത്ത് റിപ്പോർട്ട് ചെയ്ത ഹദീസിന്റെ പേര് മുത്തഫഖുൻ അലൈഹിന. നമ്മളെ ഏറ്റവും മികച്ചു നിൽക്കുന്ന പ്രമാണം ഏതാ? ഏറ്റവും നമ്പർ 1 പ്രമാണം ഖുർആൻ അല്ലേ? പിന്നെ ഏറ്റവും ബലപ്പെട്ട കിതാബ് ഏതാ? ബുഖാരിയാണ്. ഈ ബുഖാരിയിൽ ഒറ്റക്ക് വരുന്നതിനേക്കാൾ പ്രാമാണികതയുണ്ട്. ബുഖാരിയും മുസ്ലിമും ഒരു ഹദീസ് ഒരുപോലെ റിപ്പോർട്ട് ചെയ്താൽ ആ ഹദീസിന്റെ പേര് മുത്തഫഖുൻ അലൈഹിന. മുത്തഫഖുൻ അലൈഹിയായ ഹദീസിൽ കാണാം, ഇമാം ബുഖാരിയും മുസ്ലിമും സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം. സുലൈമാൻ നബിക്ക് എത്ര ഭാര്യമാരുണ്ടായിരുന്നു? 100. അത് അന്ന് അലൗഡായിരുന്നു, ഇന്ന് പറ്റില്ല. 100 ഭാര്യമാരുണ്ടായിരുന്നു. അള്ളാന്റെ റസൂല് പറയാണ്, സുലൈമാൻ നബിയുടെ ചരിത്രം പറയുന്ന കൂട്ടത്തിൽ അലൈഹിസ്സലാം അവിടെന്ന് പറഞ്ഞു, ലോക ചക്രവർത്തിയായ ആ പ്രവാചകർ പറഞ്ഞു, ഇന്നത്തെ ഒറ്റ രാത്രിയിൽ ഞാൻ 100 ഭാര്യമാരെയും സമീപിക്കും. ഒറ്റ രാത്രി ഞാൻ 100 ഭാര്യമാരെയും സമീപിക്കും. സമീപിക്കും എന്ന് പറഞ്ഞാൽ റൊട്ടി കഷ്ണം കൊടുക്കാനല്ല, ശാരീരിക ബന്ധത്തിന് തന്നെ സമീപിക്കും. എന്തിനാ സമീപിക്കുന്നത്? നബി സുലൈമാൻ അലൈഹിസ്സലാം പറയാണ്, ഈ ബന്ധത്തിൽ എനിക്ക് 100 മക്കളെ കിട്ടണം. ഈ ബന്ധത്തിൽ 100 മക്കളെ. എന്തിനാ ഈ 100 മക്കളെ? ഞാൻ വയസ്സാവുമ്പോ എന്നെ താലോലിക്കാനും പരിപാലിക്കാനും അല്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരത്തിനിറങ്ങുന്ന 100 യോദ്ധാക്കളായ മക്കളെ എനിക്ക് കിട്ടണം. ഇപ്പൊ കുറച്ച് പട്ടാളം കുറവുണ്ട് ഇവിടെ. പട്ടാളം കുറവുണ്ട്. അതുകൊണ്ട് അള്ളാന്റെ മാർഗത്തിൽ സമരത്തിനിറങ്ങുന്ന പടച്ചട്ടയണിഞ്ഞ് അശ്വാരൂഢരായ കുതിരപ്പടയാളികളായ 100 മക്കളെ എനിക്ക് കിട്ടണം. ഞാൻ ഇന്നത്തെ രാത്രി 100 ഭാര്യമാരെ സമീപിക്കും. എന്നിട്ട് സമീപിച്ചു. റസൂലുള്ള പറയാണ്, ഇൻഷാ അല്ലാഹ് പറയാൻ സുലൈമാൻ നബി വിട്ടു. ഇൻഷാ അല്ലാഹ് പറയാൻ ഞാൻ 100 ഭാര്യമാരെ സമീപിക്കും. ഇൻഷാ അല്ലാഹ് 100 മക്കൾ എനിക്ക് ജനിച്ചാൽ 100നെയും ഞാൻ ആരാക്കും? പട്ടാളക്കാരാക്കുന്നു പറയുന്നിടത്ത് ഇൻഷാ അല്ലാഹ് വിട്ടു. ഈ വിട്ട കാരണത്താൽ 99 ഭാര്യമാരും ഗർഭിണികളായില്ല. ഒരുത്തി മാത്രം ഗർഭം ധരിച്ചു. ആ ഒരു സ്ത്രീ പ്രസവിച്ചതാണെങ്കിൽ വൈകല്യമുള്ള കുഞ്ഞിനെ, ശാരീരിക വൈകല്യമുള്ള കുഞ്ഞിനെയാണ് അവള് പെറ്റത്. എന്നിട്ട് റസൂലുള്ള പറയുന്നത് അതാ ബുഖാരിയിലും മുസ്ലിമിലും, ഫവല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, ഈ മുഹമ്മദിന്റെ അധികാരം ഏതൊരുത്തന്റെ കരങ്ങളിലാണോ, ഈ മുഹമ്മദിന്റെ നിയന്ത്രണം ഏതൊരു നാഥന്റെ അള്ളാഹുവിന്റെ കസ്റ്റഡിയിലാണോ, അവനെ സത്യം, അള്ളാഹുവിനെ സത്യം, ലൗ ഖാല ഇൻഷാ അല്ലാഹ്, സുലൈമാൻ നബി ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ടാണ് 100 ഭാര്യമാരുമായിട്ടും ശയിച്ചിരുന്നത് എങ്കിൽ ലജാഹദു ഫീ സബീലില്ലാഹി ഫുർസാനൻ അജ്മഊൻ, 100
മക്കൾ പിറക്കുകയും ഈ 100 മക്കളും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള കുതിരപ്പടയാളികൾ ആവുകയും ചെയ്തിരുന്നേനെ വല്ലാഹി സത്യം എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. നോക്കൂ നിങ്ങൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞിരുന്നെങ്കിൽ 100ലും കൊച്ചു ജനിച്ചേനേൻ. കൊച്ചു വെറുതെ ജനിക്കൂലല്ലോ, അടുത്ത് പോയി ഇരുന്നാ ജനിക്കൂലല്ലോ. അപ്പൊ 100 സ്ഖലനങ്ങൾ ഒരു രാത്രി. ഇത് അമ്പിയാക്കളെ പവറാ, തർക്കടില്ലല്ലേ? ദൗലിയാക്കൾക്കും സമാനമായ പവറുണ്ട്. അതിന്റെ ഭാഗമായി ഒരു പരീക്ഷണമായിട്ട് ശൈഖ് തങ്ങൾക്ക് സംഭവിച്ചു എന്ന് ഇതിന്റെ ബാഹ്യാർത്ഥം വെച്ചാലും ഒരു വിരോധമില്ല. അത് പ്രമാണങ്ങൾക്ക് യോജിക്കുന്നതാ, ഖുർആനിനും സുന്നത്തിനും നിരക്കുന്ന വസ്തുനിഷ്ഠ യാഥാർത്ഥ്യമാണ്. പ്രിയമുള്ളവരെ, ഈ വിശുദ്ധി കൊണ്ടാണ് ഇവർ അദൃശ്യകാര്യങ്ങൾ കണ്ടത്. ബാഹ്യവും ആന്തരികമായ ശുദ്ധി, അതുപോലെ ധർമ്മസമരം, കഠിനാധ്വാനം. ലോട്ടറി അടിക്കും പോലെ കിട്ടിയതല്ല ശൈഖ് തങ്ങൾക്ക് അടക്കമുള്ളവർക്ക്, കഠിനാധ്വാനം. അതുകൊണ്ട് അവർ അദൃശ്യ ലോകം കണ്ടു. അതാണ് കവി പറയുന്നത്, പിന്നിൽ ആകാശം കണ്ടോവർ ഏറും മലക്കൂത്തിൽ രാജാളി എന്നോവർ. ഇരുന്ന ഇരിപ്പില് സപ്തവാനങ്ങൾ 7 ആകാശം കണ്ടു. ആകാശമണ്ഡലങ്ങളിലെ അത്ഭുത രഹസ്യങ്ങൾ ശൈഖ് തങ്ങൾ കണ്ടു. ഏറും മലക്കൂത്തിൽ രാജാളി എന്നവർ, അള്ളാഹുവിന്റെ മലക്കൂത്തിയായ ലോകത്ത് രാജകിളിയായി ശൈഖ് അവർകൾ പറക്കുകയാണ്. ഇതൊക്കെ ഖുർആൻ പറഞ്ഞ സംഭവാ. وَكَذَلِكَ نُرِي إِبْرَاهِيمَ مَلَكُوتَ السَّمَاوَاتِ وَالْأَرْضِ وَلِيَكُونَ مِنَ الْمُوقِنِينَ. ഇപ്രകാരം തന്നെ നാം ഇബ്രാഹീമിന് കാണിച്ചു കൊടുത്തു. പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞു തരികയാണ്, നാം നമ്മുടെ ഇഷ്ടദാസനായ ഇബ്രാഹീമിന് കാണിച്ചു കൊടുത്തു. എന്ത്? മലകൂത്തസ്സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ ഉള്ളറകൾ, അത്ഭുത രഹസ്യങ്ങൾ, ആകാശമണ്ഡലത്തിലെ അദൃശ്യമണ്ഡലങ്ങൾ ഇബ്രാഹിം നബിക്ക് നാം കാണിച്ചു കൊടുത്തു. എന്തിന്? വലിയകൂന മിനൽ മൂഖിനീൻ, ദൃഢതയുള്ളവരിൽ പെടാൻ വേണ്ടി, യഖീനുള്ളവരിൽ പെടാൻ വേണ്ടിയിട്ട്. യഖീൻ എന്ന് പറഞ്ഞാൽ എന്താ? ശിഹാബുദ്ദീൻ എന്ന ഇമാമ് ചന്തപ്പള്ളിയിൽ ഇപ്പോൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു എന്ന വിഷയത്തിൽ നിങ്ങൾക്ക് യഖീനുണ്ട്, എന്റെ കെട്ടിയോൾക്ക് യഖീനില്ല, അവളിങ്ങനെ സമയം നോക്കിയിട്ട് ഇപ്പൊ എന്റെ കെട്ടിയോൻ അവിടെ സംസാരിക്കുകയായിരിക്കും എന്നുള്ള നിഗമനത്തിലുണ്ടാവും, വിശ്വാസത്തിലും ഉണ്ടാവും അവള്. പക്ഷെ നിങ്ങൾക്ക് യഖീന, നിങ്ങൾ കണ്ടു. ഇതുപോലെ ഇബ്രാഹിം നബിക്ക് യഖീൻ, ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊക്കെ കാണിച്ചു കൊടുത്തു. ആകാശമണ്ഡലങ്ങളിലെ വിസ്മയകരമായ മലക്കൂത്ത് അധികാര മണ്ഡലങ്ങൾ, രഹസ്യ താവളങ്ങൾ ഒക്കെ ഞാൻ കാണിച്ചു കൊടുത്തു. അപ്പൊ അള്ളാന്റെ ഇഷ്ടദാസന്മാർക്ക് ഇരുന്ന ഇരിപ്പിന് ഇതൊക്കെ കാണിച്ചു കൊടുക്കാം. ഇത് സംഭവ്യമാണ്, ഇത് അനിവാര്യമാണ്, ഇത് ഖുർആനികാണ്. മുത്തു റസൂലും കണ്ടില്ലേ, ആലമിൽ മലകൂത്തി വസറായിറൻ നാസൂതി വൽ ജബറൂതി ഐനം മുദർരിസ മസ്ജിദിൽ ലാഹൂതി കം മിൻ ലദുന്നിൻ ഹവാഹു ഉലൂമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. വെളിയങ്കോട് ഉമർ ഖാലി തങ്ങള് സൂറത്തു നജ്മിന്റെ വരികൾ, ആയത്തുകൾ കവിതയായി വിശദീകരിച്ചതാണിവിടെ. മലക്കൂത്ത് ലോകത്തെ വിസ്മയ കാഴ്ചകൾ, നാസൂത്ത് ജബറൂത്തിൻ ഗൂഢമാം പൊരുളുകൾ, ജ്ഞാനഭണ്ഡാരത്തിൽ നിന്നെത്ര ഇതുപോലെ കണ്ടു തൻ കണ്ണാലെ നബി അന്നാ രാത്രിയിൽ. മിറാജ് അനുഭവത്തിൽ അള്ളാന്റെ റസൂല് കാണാത്തതെന്താ? എല്ലാം അള്ളാഹു കാണിച്ചു കൊടുത്തു. അപ്പൊ അമ്പിയാക്കൾക്കോ ഔലിയാക്കൾക്കോ അള്ളാഹ് കാണിച്ചു കൊടുക്കും അദൃശ്യ കാര്യങ്ങൾ. അതാണ് മാലയുടെ മറ്റൊരു വരി. കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളെ കൽബാഗമെന്നോവർ. ഒരു പളുങ്ക് ഭരണി, ഒരു വെളുത്ത കുപ്പി,
ആ കുപ്പിക്കകത്ത് പാല് നിറച്ചാൽ പുറത്തുനിന്ന് നോക്കിയാൽ പാല് കാണും, ചായ നിറച്ചാൽ ചായ കാണും, പഞ്ചസാര നിറച്ചാൽ പഞ്ചസാര കാണും, മിഠായി നിറച്ചാൽ മിഠായി കാണും. അല്ലേ? പളുങ്കുഭരണിക്കകത്തുള്ളത് വെളിയിൽ നിന്ന് കാണാനാകുന്നത് പോലെ നിങ്ങളുടെ കൽബിൽ നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചത് എനിക്ക് കാണാനാകുന്നുണ്ട് എന്ന് ഷെയ്ഖ് തങ്ങൾ പറഞ്ഞു. അത് പറയാ മാത്രമല്ല ചെയ്തത്, പരിശുദ്ധ ദീനിന്റെ കടിഞ്ഞാൺ എന്റെ നാക്കിൻ തുമ്പത്തുള്ളത് കൊണ്ട് ഞാനത് വെളി പറയൂല. ദീനിന്റെ വിലക്കെന്നിലുള്ളത് കൊണ്ട് ഞാൻ കണ്ടത്. കാരണം മനുഷ്യന്മാര് മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചതൊക്കെ വെളിയിൽ പറയാൻ നിന്നാല് ഒളിപ്പിച്ചു വെക്കുന്ന ഒട്ടുമിക്ക കാര്യവും വെളിയിൽ പറയാൻ കൊള്ളാത്തതാവും. എന്റെയും നിങ്ങളൊക്കെ മനസ്സിലുള്ളത് ആണോ അല്ലേ? നമ്മളിത് സംസാരിക്കുമ്പോൾ സെൻസർ ചെയ്തിട്ടാ പുറത്ത് വിടുള്ളൂ. പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾ ഒളിപ്പിച്ചു വെച്ചത് പറയാൻ തുടങ്ങിയാൽ പറയാൻ പാടില്ല, തെറ്റാണ്. ദീനിന്റെ വിലക്കുള്ളത് കൊണ്ട് ഞാൻ മിണ്ടാണ്ടിരിക്കുക. നിങ്ങളൊക്കെ ഓരോ സ്റ്റോറേജ് റൂമിലുള്ളത് ഞാൻ കാണുന്നുണ്ട്, എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അള്ളാന്റെ വിലക്കുള്ളത് കൊണ്ട് ഞാൻ മിണ്ടൂലാൻ. ഇത് മൗലവിയേ, മുസ്ലിയാരേ, ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ് അല്ലേ ഖുർആനിൽ പറഞ്ഞത്? അദൃശ്യജ്ഞാനം അല്ലാഹുക്ക് മാത്രമാണെന്ന്. ഇത് മുഹീദ്ദീൻ ശൈഖിന് വകവെച്ച് കൊടുത്ത ശിർക്കല്ലേ മൗലിയാരേ? അങ്ങനെ ശിർക്കാവൂല. അള്ളാഹ്ക്കേ രഹസ്യം അറിയുള്ളൂ. പക്ഷെ അള്ളാഹ് അറിയിച്ചു കൊടുത്തവർക്ക് അറിയും, നബിമാർക്ക് അറിയും. ഈ നബി നബി എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥം എന്താ? നബി എന്ന് നമ്മൾ പറയലില്ലേ കൂട്ടരെ മലയാളത്തില്? എന്താ വാക്കിന് അർത്ഥം? നമ്മൾ നേരെ അർത്ഥം പറയും പ്രവാചകൻ എന്ന് വെച്ചാൽ പ്രവചിക്കുന്ന ആള്. ഈ പ്രവചനം ഏത് വിഷയത്തിലെ പ്രവചനം? അദൃശ്യ കാര്യങ്ങളിൽ, കാണാത്തത്, കേൾക്കാത്തത്, മറഞ്ഞത്, ഭാവിയിൽ നടക്കാനുള്ള കാര്യം പറഞ്ഞു തരുന്ന ആളുടെ പേരാണ് നബി. എന്നിട്ട് നബിക്ക് വൈബ് അറിയില്ല പറഞ്ഞാല് എന്താ അപ്പൊ അതിനർത്ഥം? വെള്ളം കുടിച്ചാൽ ദാഹം മാറൂലെന്നോ? വെള്ളം കുടിച്ചാൽ ദാഹം മാറൂല എന്ന് പറയുന്ന നബിക്ക് വൈബ് അറിയില്ല എന്ന് പറഞ്ഞ നബിക്ക് അള്ളാഹ് അറിയിച്ചു കൊടുക്കുന്നത് അറിയും. അതറിയണല്ലോ. അതാണല്ലോ നബിമാര് പറഞ്ഞു തരുന്നത്. ഇത് വലിമാർക്കും അമ്പിയാക്കൾക്കും അള്ളാഹു അദൃശ്യ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കും. നമുക്ക് ഖുർആനും ഹദീസും നോക്കാം. ഈ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽബകത്തുള്ളത് എന്ന് പറഞ്ഞല്ലോ. ഇത് ഖുർആൻ എന്താ ഇതിൽ പറയുന്നത്? സ്വഹീഹായ ഹദീസ് എന്താന്ന് പറയുന്നത്? നമുക്കൊന്ന് നോക്കാം. പരിശുദ്ധ ഖുർആൻ പറയാണ് ഇത് അനിവാര്യാണ്, നബിമാർക്കും ഔലിയാക്കൾക്കും ഇത് അനിവാര്യാണ്. സൂറത്ത് ആലു ഇമ്രാൻ ശ്രദ്ധിക്കണേ. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, ഇവിടുന്ന് കേട്ട് പോയാൽ പോരാ, വീട്ടിൽ പോയിട്ട് മറിച്ചു നോക്കണം. അതിനായി നമ്പർ പറയുന്നത് സൂറത്ത് ആലു ഇമ്രാൻ 49 ആയത്തില് ഈസാ നബി അലൈഹിസ്സലാമിന്റെ അത്ഭുത സിദ്ധികളാണ് അള്ളാഹു പറയുന്നത്. ഈസാ നബിക്ക് കൊടുത്ത മുഅ്ജിസത്തുകൾ. ഈസാ നബി സമൂഹത്തോട് പറയാണ്, ഇസ്രായേലി മക്കളോട്, അല്ല മക്കളെ, ഞാൻ വെറും കയ്യോടെ അള്ളാനെ പരിചയപ്പെടുത്താൻ വന്ന ആളൊന്നും അല്ല. ഞാൻ തൗഹീദിലേക്ക് വിളിക്കാൻ വെറും കയ്യോടെ വന്നവനല്ല. ബി ആയത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ നാഥന്റെ പക്കൽ നിന്നുള്ള ദൃഷ്ടാന്തങ്ങളുമായിട്ടാ വന്നത്, അത്ഭുതങ്ങളുമായിട്ടാ ഞാൻ വന്നിട്ടുള്ളത്. എന്താ അത്ഭുതങ്ങൾ? 4-5 അത്ഭുതങ്ങൾ പറയുന്നുണ്ട് ആ ആയത്തില്. ഒന്നാമത്തെ അത്ഭുതം, ഞാൻ കളിമണ്ണ് കൊണ്ട് ഒരു പക്ഷി രൂപമുണ്ടാക്കും. കുഴച്ചിട്ട് കളിമണ്ണ് കൊണ്ട് പക്ഷി രൂപമുണ്ടാക്കി ഫഅൻഫുഹു ഫീഹി, ആ പക്ഷി രൂപത്തിൽ ഞാനങ്ങ് ഊതും. ഫയകൂനു ത്വയ്റൻ ബിഇദ്നില്ലാ, എന്റെ ഊത്തേൽക്കുമ്പോ ഈ കളിമണ്ണ് പക്ഷി പറവയായി ഒറിജിനൽ പക്ഷിയായി പറന്നു പോകുന്നത് നിങ്ങൾക്ക് കാണാം. ഖുർആനായി പറയുന്നത്. വഉബരിഹുൽ അക്മഹ വൽ അബ്റസ, അന്ധന് ഞാൻ കാഴ്ച തിരിച്ചു കൊടുക്കും. വെള്ളപ്പാണ്ട് രോഗം ഞാൻ മാറ്റും. വഉഹിയിൽ മൗത, ചത്ത ചകത്തിന് ഞാൻ ജീവനിട്ട് കൊടുക്കും. ചത്ത ചകത്തിന് ഞാൻ ജീവനിട്ട് കൊടുക്കും. വഉനബ്ബിഉകും ബിമാ തഅകുലൂന വമാ തദ്ഖിറൂന ഫീ ബുയൂതികും ഇന്ന ഫീ ദാലിക ലആയതൻ ലക്കും ഇൻ കുൻതും മുഅ്മിനീൻ. ഉറങ്ങല്ലേട്ടോ, ഈ ആയത്തിന്റെ അർത്ഥം ഒന്ന് പഠിക്കണേ. ഉറങ്ങല്ലേ, ഈ ആയത്തിന്റെ അർത്ഥം ഒന്ന് പഠിക്കണം. ഞാൻ ഈ അത്ഭുതങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിക്കൂ, എന്റെ വകയല്ല, ബിഇദ്നില്ല, അള്ളാഹുവിന്റെ അനുവാദത്തോടെ, ആശീർവാദത്തോടെ, സപ്പോർട്ടോടെ, പടച്ചവന്റെ കുതിരത്താണ് നിങ്ങൾ എന്റെ കയ്യാൽ കാണുന്നത്, എന്റെ കഴിവല്ല. ഇതാണ് നബിമാരെ പണി. അള്ളാഹുവിന്റെ കഴിവ് കാണിച്ചു കൊടുക്കുക. അതിനാ നബിമാരെ വിട്ടത്. അള്ളാഹുവിന്റെ അനുവാദത്തോടെ ഞാൻ ഇതൊക്കെ ചെയ്യുന്ന കൂട്ടത്തില് കേട്ടോ, നിങ്ങൾ ഭക്ഷിച്ചതെന്താണെന്ന്, എന്താണെന്ന് ഞാൻ നിന്ന നിൽപ്പാൽ പറഞ്ഞു തരാം. ഇപ്പൊ ജുമയ്ക്ക് വന്ന നിങ്ങൾ പുട്ടും കടലയും അടിച്ചവരുണ്ടാവും, ഇടിയപ്പവും പൂത്തും അടിച്ചവരുണ്ടാവും,
കഞ്ഞി കുടിച്ചവരുണ്ടാകും, ഇഡ്ഡലി അടിച്ചവരുണ്ടാകും, സാമ്പാറും ദോശയും അടിച്ചവരുണ്ടാവും. ഞാൻ ഇവിടെ നിന്നിട്ട് നിങ്ങൾ പുട്ടും കടലയും, നിങ്ങൾ പത്തിരി ഇറച്ചി ഇങ്ങനെ പറയുകയാണെങ്കിൽ ഉള്ളിലുള്ളത് കാണാതെ എനിക്ക് പറയാൻ പറ്റുമോ? കുപ്പിക്കകത്തുള്ളത് കാണും പോലെ കാണാതെ എനിക്ക് പറയാൻ പറ്റുമോ? ഈസാ നബി അലൈഹി സ്വലാം ഇസ്രായേലിയരോട് പറയാ, അള്ളാഹ് ഖുർആനിൽ പറഞ്ഞു തരാണ്, ആലു ഇമ്രാൻ 49 പറഞ്ഞു തരാണ്. എന്ത്? വഉനബ്ബിഉകും ബിമാ തഅകുലൂൻ, നിങ്ങൾ വെട്ടി വിഴുങ്ങിയിട്ട് ആമാശയത്തിലും കുടലിലും കിടക്കുന്ന ഫുഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഖുർആനാണിത്. ഇതിപ്പോ കണ്ണിന് വല്ല സ്കാനിങ് മെഷീന്റെ പവർ കൊടുത്തുകൊണ്ട് മുന്നിലുള്ളത് കാണുമായിരിക്കും, അവിടെ നിൽക്കൂല. നിങ്ങളുടെ വീടിന്റെ സ്റ്റോർ റൂമിൽ നിങ്ങൾ സൂക്ഷിച്ചു വെച്ച ധാന്യങ്ങളും ഭക്ഷ്യവസ്തുക്കളും ഞാൻ നിന്ന നിൽപ്പാൽ പറഞ്ഞു തരാം. വീടിന്റെ സ്റ്റോർ റൂമിൽ ഗോതമ്പുണ്ടോ, അരിയുണ്ടോ, റൊട്ടി ഉണ്ടോ എന്ന് ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞുതരാം. ഈസാ നബി അലൈഹിസ്സലാം ഇന്ന ഫീ ദാലിക ലആയതൻ ലക്കും, ഇതിലൊക്കെ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ, സത്യവിശ്വാസികളാണെങ്കിൽ ഖുർആന്റെ ഈ ആയത്ത് അംഗീകരിക്കും. സത്യവിശ്വാസികളാണെങ്കിൽ മുഹീദ്ദീൻ മാലയും അംഗീകരിക്കും. ഖുർആന്റെ അനന്തരാവകാശമാണത്. ഈമാനില്ലേ? മായാവി കഥ, തള്ള്, മുസ്ലിയാരുടെ കെട്ടുകഥ, ഹുറാഫാത്ത്, വറോലകള് നീ നേർക്ക് നേരെ കണ്ടാലോ മാജിക്, മായാജാലം, ജാലവിദ്യ, സിഹിർ, കൺകെട്ട് എന്ന് പറയും. അള്ളാഹു പറയാൻ ഇതിലൊക്കെ മുഅ്മിനീങ്ങൾക്കാണ് ദൃഷ്ടാന്തം ഉണ്ടാവുള്ളൂ. മാലയിലും ഖുർആനീക വചനങ്ങളിലും അത്ഭുതങ്ങളിലും മുഅ്മിനീങ്ങൾക്ക് എന്തുണ്ട്? ദൃഷ്ടാന്തമുണ്ട്. അല്ലാത്തവരെന്ത് പറയും? മായാവി കഥ. ഒറിജിനൽ യുക്തിവാദികള് ഖുർആനെ മായാവി കഥയാക്കി ചിത്രീകരിച്ചപ്പോൾ അർദ്ധയുക്തിവാദികൾ മാലയെ മായാവി കഥയാക്കി ചിത്രീകരിച്ചു. ഇത്ര വ്യത്യാസമുള്ളൂ. ഇത് റസൂലുള്ളാഹിക്ക് ഉണ്ടായിട്ടുണ്ട് കൂട്ടരെ. ഈസാ നബി അലൈഹി സ്വലാമിന് മാത്രല്ല, കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളെ കൽഭാഗം എന്നോവർ. ഇത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ഈ കഴിവുണ്ട്. എവിടെയുള്ളത്? സ്വഹീഹുൽ ബുഖാരി. പ്രമാണം പ്രമാണം എന്ന് പറഞ്ഞിട്ട് നടന്നാ പോരാ, ഒന്ന് വായിക്കടോ. നിന്റെ ഭാണ്ഡക്കെട്ടിൽ നിന്ന് ആ പ്രമാണം ഒന്ന് പുറത്തേക്ക് ഇറക്കി വെച്ചിട്ട് തുറന്ന മനസ്സോടെ നിഷ്പക്ഷ ബുദ്ധിയോടെ ഒന്ന് വായിക്ക് ചങ്ങാതി. നീ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്നുണ്ടല്ലോ, പള്ളി പ്രസിഡന്റിനെ വഴിയിൽ കണ്ടാൽ തടഞ്ഞു നിർത്തിയിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ടല്ലോ. നീ ആ പ്രമാണം ഒന്ന് വായിക്ക്, ശരിക്ക് മനസ്സ് തുറന്നൊന്ന് വായിക്ക്. നിന്റെ അസുഖത്തിന് ശിഫ ഉണ്ടാവും, അള്ളാഹ് തൗഫീഖ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ പിന്നെ രക്ഷയില്ല. അബൂജാഹിൽ നന്നായോ? മുത്ത് റസൂലിന്റെ മുഖത്ത് നോക്കിയ ആളല്ലേ? അല്ലേ? ആ പരിശുദ്ധമായ ഖുർആൻ സൂക്തങ്ങൾ, മണിമുത്തുകൾ കേട്ട ഹംക്കല്ലേ അവൻ? നന്നായോ? അതുകൊണ്ട് ഇതൊന്നും പറഞ്ഞാൽ കേൾക്കാത്ത, അനുസരിക്കാത്ത ടീംസ് ഉണ്ടാവും. അങ്ങനത്തെ ടീമാണ് ആ വഴിക്ക് പൊക്കോട്ടെ. പക്ഷേ നീ പ്രമാണം പ്രമാണം എന്ന് പറഞ്ഞ് മുദ്രാവാക്യം മുഴക്കുമ്പോ ആ പ്രമാണം ഒന്ന് നോക്കുകുട്ടി, നിഷ്പക്ഷമായിട്ടൊന്ന് നോക്കുമോനെ നീ അതിനകത്തേക്ക്. സ്വഹീഹുൽ ബുഖാരിയില് അള്ളാന്റെ റസൂല് സത്യം ചെയ്തു പറയാൻ എന്തറിയോ? ഇവരെ പോലത്തെ ഹംക്കുകൾ വരുന്ന അള്ളാന്റെ റസൂലിനെ അറിയാം. അതുകൊണ്ട് അള്ളാഹിനെ പിടിച്ച് സത്യം ചെയ്തു പറയാ. ബുഖാരിയുടെ ഹദീസ്, ഫവല്ലാഹി, അള്ളാഹുവിനെ തന്നെ സത്യം. സാധാരണ നബിയുടെ ഹദീസ് പറയുകയാണെങ്കിൽ അങ്ങനെ സത്യം ചെയ്തൊന്നും പറയൂല. ഇവിടെ സത്യം ചെയ്ത് പറയാം, ഫവല്ലാഹി, അല്ലാഹുവിനെ തന്നെ സത്യം, മാ യഖ്ഫാ അലയ്യ ഖുശൂഉകും വലാ റുകൂഉകും, നിങ്ങളുടെ ഭക്തി എനിക്ക് അവ്യക്തമല്ല, നിങ്ങളുടെ ഭയഭക്തി എനിക്ക് അവ്യക്തമല്ല എന്ന് പറഞ്ഞാൽ ഭയഭക്തി എനിക്ക് കാണാൻ പറ്റും. ഭക്തി പറഞ്ഞത് എവിടെയുള്ളത്? മുഖത്ത് ഭക്തി ഉണ്ടാവുമോ? ഞാൻ ഇപ്പൊ ഇങ്ങനെ ഭക്തി കാണിച്ചു, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, നിങ്ങൾ പറയോ എന്തൊരു ഭക്തി, മൊയ്ലിയുടെ മുഖം കണ്ടോ? അത് ഭക്തിയല്ല. ഉള്ളിലില്ലാതെ എനിക്ക് കാട്ടിക്കൂട്ടാ. നിസ്കരിക്കാൻ നിന്നപ്പോ ഭക്തി, അടുത്ത് 4 ആളുകൾക്ക് അടുത്ത് നിൽക്കുന്നവർക്ക് നിസ്കരിക്കാൻ പറ്റില്ല. ഈ ഹംകിന്റെ നിസ്കാരം കാണാൻ, അതിന്റെ പേര് ഒസ്വാസ് എന്നാ. അവന്റെ നഫ്സ് കേൾക്കണ മാതിരി ചൊല്ലിയാൽ മതി. തലോണ്ടൊക്കെ ഒരു കുലിക്കലും ഒരു ആക്ഷനൊക്കെ പാടെ, ഇത് ഭക്തിയാ? ഭക്തി എന്ന് പറഞ്ഞാൽ ഭയഭക്തി എന്ന് പറഞ്ഞാൽ എവിടെ ഉണ്ടാവുക ഭയഭക്തി? കൽബിന്റെ ഉള്ളിലാണ് ഭയഭക്തി ഉണ്ടാകുക, അല്ലേ? അള്ളാന്റെ റസൂല് പറയാണ്, നിങ്ങളുടെ ഭയഭക്തി എനിക്കറിയാനും കാണാനും സാധിക്കും. വല്ലാഹി മാ യഖ്ഫാ അലയ്യ ഖുശൂഉകും,
നിങ്ങളുടെ ഭക്തി എനിക്ക് കാണാനും അറിയാനും സാധിക്കും. റുക്കൂഴുക്കും നിങ്ങളെ റുക്കൂഴും കാണാൻ പറ്റും. റുക്കൂ ഇപ്പൊ നമുക്കൊക്കെ കാണാൻ പറ്റൂല. ഇത് എവിടെ നിന്നിട്ടാ പറയണത്? ഞാൻ നിസ്കാരത്തിന് മദീന പള്ളിയിൽ നിങ്ങൾക്ക് ഇമാമായി ഖിബിലക്ക് നേരെ നിന്ന് നിസ്കരിക്കുമ്പോൾ നിങ്ങൾ എന്റെ ബാക്കിലല്ലേ നിസ്കരിക്കണേ? ഞാൻ അങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിക്കുമ്പോൾ നിങ്ങളെ റുക്കൂ ഞാൻ കാണും, നിങ്ങളെ സുജൂദ് ഞാൻ കാണും, നിങ്ങളുടെ നൃത്തം ഞാൻ കാണും. എന്തുകൊണ്ട്? ഇന്നീല അറാക്കും മിൻ വറാഇ ലഹരി, എനിക്ക് പിറകിലൂടെയും അള്ളാഹു കാഴ്ച തന്നിട്ടുണ്ട്. ബുഖാരിയുടെ ഹദീസ്, സ്വഹീഹുൽ ബുഖാരി. ഇന്നീല അറാക്കും, തീർച്ചയായിട്ടും ഞാൻ ഖിബില കൊള്ളെ നിങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കുമ്പോൾ പിറകിൽ നടക്കുന്ന നിങ്ങളുടെ ഏർപ്പാടുകൾ, റുക്കൂ, സുജൂദുകൾ, നിങ്ങളുടെ നൃത്തങ്ങൾ എല്ലാം കാണാൻ പിറകിൽ അള്ളാഹു എനിക്ക് കാഴ്ച ശക്തി തന്നിരിക്കുന്നു. എല്ലാവർക്കും കണ്ണും മുന്നിലേക്കാണ്, ഞാൻ നിങ്ങളൊക്കെ മുന്നിക്കേ കാണുള്ളൂ. അള്ളാന്റെ റസൂല് പറയാണ് എനിക്ക് പിറകിലേക്ക് കാഴ്ച തന്നിരിക്കുന്നു. കാല റസൂൽ, ഇതില്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. 1000 കുതിരശക്തിയോടെ നിന്നെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഇത് സ്വഹീഹുൽ ബുഖാരിയിൽ ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. ഞാൻ കണ്ട് ബോധ്യപ്പെടുത്തിയിട്ടാ പറയണത്. അള്ളാന്റെ റസൂല് പറയാണ് നിങ്ങളെ മനസ്സിന്റെ അകത്തെ ഭക്തി എനിക്ക് കാണാനും അറിയാനും കഴിയും. ഞാൻ തിരിഞ്ഞു നിന്ന് നിസ്കരിക്കുമ്പോ പിറകിൽ നടക്കുന്ന കാര്യങ്ങൾ പിറകിൽ നിന്ന് എനിക്ക് കാണാനുള്ള കഴിവ് അള്ളാഹു എനിക്ക് തന്നിരിക്കുന്നു. എത്ര മനോഹരാണ് മുഹ്യിദ്ദീൻ മാല. അല്ലോ, ഒരു വരി മാല അങ്ങോട്ട് പാടിയാൽ ഖുർആന്റെ ആയത്ത്, ബുഖാരിയുടെ ഹദീസ്, വേറൊന്നും വേണ്ട. വേറെ ഞാൻ ചിലപ്പോൾ വിശദീകരിക്കാൻ വേണ്ടി മറ്റു സിഹാഉ സിത്തയിലേക്ക് പോയിട്ടുണ്ടാകും. ബുഖാരിന്റെ ഹദീസ് മാത്രം മതി. മുഅ്മിനീങ്ങളെ, ഏതാനും ചില വരികൾ കൂടി, ഞാൻ അത് നിർത്തണം എന്നാ കരുതിയത്. വീണ്ടും ആശയക്കുഴപ്പമുണ്ടാക്കാൻ നോക്കുകയാണ് പരിസരത്തൊക്കെ. ആശയക്കുഴപ്പമുണ്ടാക്കിയാൽ ഞാൻ വിടൂല. ഇതിന്റെ ഈ ഒരു കൺഫ്യൂഷൻ തീർത്തിട്ടേ അടങ്ങുള്ളൂ. ഞാനിപ്പോ 1-2 ആഴ്ചയും മാത്രം പറഞ്ഞ് നിർത്താനാണ് പ്ലാൻ ചെയ്തിരുന്നത്. വീണ്ടും ആശയക്കുഴപ്പമുണ്ടാക്കാൻ നിൽക്കുകയാണ്. ആശയക്കുഴപ്പമുണ്ടാക്കിയാൽ നമുക്ക് ആശയക്കുഴപ്പം തീർക്കേണ്ടി വരും, കൺഫ്യൂഷൻ തീർക്കേണ്ടി വരും. ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. ഞാൻ ഉദ്ദേശിക്കുന്നത് ആരോപിക്കപ്പെടുന്ന ഒരു ഏതാനും വരികൾ കൂടി പറഞ്ഞിട്ട്, നിങ്ങൾ ഇതിനെന്തിനാ മടുപ്പും മുഷിപ്പൊക്കെ എന്തിനാ? നമ്മളിപ്പോ മാല പാടിയിട്ട് രാക്കഥയോ കെട്ടുകഥയൊന്നും അല്ലല്ലോ. അള്ളാന്റെ ഖുർആന് സ്വഹീഹായ ഹദീസല്ലേ, എത്ര മനോഹർ. ഖുർആനിന്റെ അനന്തരാവകാശ സ്വത്താണിത്. ഖുർആൻ അന്ന് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞ് നിൽക്കാൻ പറ്റില്ല. ഞാൻ അനന്തര സ്വത്ത് വേണ്ടേ ലോകത്ത്? അതാണ് ഈ പറയുന്നത്. അള്ളാഹു ആ അനന്തര സ്വത്ത് കാണാനും അനുഭവിക്കാനും ആസ്വദിക്കാനും അതിനെ ബഹുമാനിക്കാനുമുള്ള നല്ല മനസ്സ് നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.